അടുത്ത് പ്രപ്പോസിഷൻ 6.2. പ്രപ്പോസിഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എം നോതേറിയൻ എ മോഡ്യൂൾ ആണെങ്കിൽ എമ്മിൻ്റെ എല്ലാ സബ് മോഡ്യൂളും എന്തായിരിക്കും, ഫൈനലി ജനറേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ എമ്മിൻ്റെ എല്ലാ സബ് മോഡ്യൂളും ഫൈനലി ജനറേറ്റഡ് ആണെങ്കിൽ എം എന്തായിരിക്കും, നോതേറിയൻ എ മോഡ്യൂൾ ആയിരിക്കും. ഈ ആൻഡ് ഓൺലി കണ്ടീഷനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, എം നോതേറിയൻ എന്ന് അസ്യൂം ചെയ്യുക. എം നോതേറിയൻ എന്ന് അസ്യൂം ചെയ്തിട്ട് എമ്മിൻ്റെ ഒരു സബ് മോഡ്യൂൾ റാൻഡമായിട്ട് എടുക്കുക. ആ സബ് മോഡ്യൂൾ ഫൈനലി ജനറേറ്റഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. നമ്മളൊരു എൻ എന്ന് പറയുന്നത് എമ്മിൻ്റെ എന്തെടുക്കുക, സബ് മോഡ്യൂൾ എടുക്കുക. എന്നിട്ട് ആ എന്നിൻ്റെ ഫൈനലി ജനറേറ്റഡ് സബ് മോഡ്യൂൾസിൻ്റെ കളക്ഷനായിട്ട് സിഗ്മ എടുക്കുക. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നതിൽ എന്തായാലും 0 ഉണ്ടാവും. പിന്നെ സിഗ്മാനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പവർ സെറ്റ്, അതായത് ഇൻ്റർസെക്ഷൻ്റെ റിലേഷൻ വെച്ചിട്ട് നമുക്കതിനൊരു പാർഷ്യലി ഓർഡേർഡ് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റാവും, എന്നിൻ്റെ ഫൈനലി ജനറേറ്റഡ് സബ് മോഡ്യൂൾസിൻ്റെ കളക്ഷനുമാണ്. ഇനി സിഗ്മ എം എന്ന് പറയുന്നത് നോതേറിയൻ ആണല്ലോ, അതുകൊണ്ട് സിഗ്മയ്ക്ക് എന്തുണ്ടാവും, ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ സിഗ്മയ്ക്ക് ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും. ആ മാക്സിമൽ എലമെൻറ്റിനെ നമ്മൾ എന്നോട്ട് എന്ന് എടുത്തു. അപ്പോൾ എന്നോട്ട് എന്ന് പറയുന്നത് സിഗ്മയിലുണ്ടാവും. സിഗ്മയ്ക്ക് ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ട്, എന്നോട്ട്, അതിനെയാണ് നമ്മൾ എന്നോട്ട് എന്ന് വിളിച്ചത്. പിന്നെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ എന്നോട്ട് സബ്സെറ്റ് ഓഫ് എന്തായിട്ട് മാറും, എന്നായിട്ട് മാറും. ഇനി എന്നോട്ടും എന്നും ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. ഈക്വൽ ആണെങ്കിൽ എൻ ഓട്ടോമാറ്റിക്കലി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആവും. ഇനി ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. ഈക്വൽ അല്ലെങ്കിൽ എന്നിലുള്ള ഒരു എക്സ് ഉണ്ടാവും, അത് എന്നോട്ടിലുണ്ടാവില്ല. അപ്പോൾ എന്നിലുള്ള ഒരു എക്സ് എന്നോട്ടിലില്ല. അപ്പോൾ നമുക്ക് എന്നോട്ടും ആ എക്സ് ഉപയോഗിച്ചിട്ട് പുതിയൊരു സബ് മോഡ്യൂളും ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എന്നോട്ട് പ്ലസ് എക്സ് എന്ന് പറയുന്ന ഡയറക്റ്റ് സം ഉപയോഗിച്ചിട്ട് പുതിയൊരു സബ് മോഡ്യൂൾ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അത് എന്നോട്ടിനെക്കാട്ട് എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ എന്നോട്ട് സബ്സെറ്റ് ഓഫ് എന്നോട്ട് പ്ലസ് എക്സ് എന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ എന്നോട്ട് പ്ലസ് എക്സും എന്താണ്, ഫൈനലി ജനറേറ്റഡ് ആണ്, അത് എന്നോട്ടിനെക്കാട്ടും വലുതാണ്. അത് പോസിബിൾ അല്ലല്ലോ. നമ്മൾ എന്നോട്ടാണ് മാക്സിമൽ എലമെൻറ്റ് എന്നല്ല പറഞ്ഞത്, അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പോൾ എന്നോട്ടും എന്നും എന്തായിട്ട് മാറും, ഈക്വലായിട്ട് മാറും. അപ്പോൾ എന്ന് ഫൈനലി ജനറേറ്റഡ് ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇനി കോൺവേഴ്സിൽ എന്താ അസ്യൂം ചെയ്യുക, എമ്മിൻ്റെ ഏത് എന്താ പറയുക സബ് മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാലും അത് ഫൈനലി ജനറേറ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, എം നോതേറിയനാണെന്ന് പ്രൂവ് ചെയ്യണം. എം നോതേറിയൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. അപ്പോൾ അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസെൻഡിങ് ചെയിൻ എടുക്കുക, സബ് മോഡ്യൂൾസിൻ്റെ അസെൻഡിങ് ചെയിൻ. അപ്പോൾ M1, M2, M3 എക്സെട്ര എന്ന് പറയുന്നത് എന്തെടുക്കുക, ഒരു ചെയിൻ എടുക്കുക, അസെൻഡിങ് ചെയിൻ എടുക്കുക. ഇനി M1കളൊക്കെ എന്താണ്, ഫൈനലി ജനറേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂണിയൻ എടുക്കുക, യൂണിയൻ MI. അപ്പോൾ ഈ യൂണിയൻ MI എന്തായിട്ട് മാറും, ഫൈനലി ജനറേറ്റഡ് ആവും. അതിനെ നമ്മൾ N എന്ന് വിളിക്കും. അപ്പോൾ N എന്തായിട്ട് കിട്ടി, ഫൈനലി ജനറേറ്റഡ് എന്ന് കിട്ടി. അപ്പോൾ Nൻ്റെ ജനറേറ്റേഴ്സായിട്ട് X1, X2 എക്സെട്ര Xn എടുക്കുക. അപ്പോൾ X1, X2 എക്സെട്ര Xn എന്നിലുണ്ടാവും, എന്നിൻ്റെ ജനറേറ്ററാണ്. അപ്പോൾ എന്നിലുണ്ടെങ്കിൽ X1 എന്നിലുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു MIയിലുണ്ടാവുമല്ലോ. ആ X1 ഉള്ള MIനെ നമ്മൾ MI1 എന്ന് വിളിച്ചു. X2 ഉള്ള MIനെ നമ്മൾ MI2 എന്ന് വിളിച്ചു. അങ്ങനെ എക്സെട്ര ബാക്കിയുള്ള എല്ലാ Xnനെ എന്ത് ചെയ്യുക, Xn ഉള്ളതിനെ നമ്മൾ കറക്റ്റ് ഇൻഡിസസ് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള ഏറ്റവും വലിയ സെറ്റ് എടുക്കുക, അതിനെ നമ്മൾ MK എന്ന് വിളിക്കും. അപ്പോൾ ആ MI1, MI2 എക്സെട്ര MINൽ ഏറ്റവും വലുതിനെ നമ്മൾ MK എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അസെൻഡിങ് ചെയിൻ ആയതുകൊണ്ട് X1, X2 എക്സെട്ര Xnകളൊക്കെ എവിടെ ഉണ്ടാവും, MKയിലുണ്ടാവും. പക്ഷേ X1 എക്സെട്ര Xnകൾ കൊണ്ടാണ് N ഉണ്ടാക്കുന്നത്. അപ്പോൾ N ഓട്ടോമാറ്റിക്കലി സബ്സെറ്റ് ഓഫ് എന്തായിട്ട് മാറും, MK ആയിട്ട് മാറും. ഇനി N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ MI ആണ്. അപ്പോൾ MK എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എന്തായിട്ട് മാറും, N ആയിട്ട് മാറും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആയതുകൊണ്ട് Nനും MKയും ഈക്വൽ ആവും. ഇതേപോലെ തന്നെ നമുക്ക് MK+1ഉം MK+2 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈക്വലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അസെൻഡിങ് ചെയിൻ എന്തായിട്ട് മാറും, സ്റ്റേഷനറി ആയിട്ട് മാറും. അങ്ങനെ സ്റ്റേഷനറി ആയതുകൊണ്ട് M എന്തായിട്ട് മാറും, നോതേറിയനായിട്ട് മാറും.